അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനുവരി 22-ന് ഒരു പുതുയുഗ പിറവിയാണ് അയോധ്യയിൽ ഉണ്ടാവുക. അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 22-ന് പ്രധാനമന്ത്രി തന്നെയാണ് ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുക. റോഡിന് ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാംപത്ത് തുടങ്ങുന്ന ലതാ മങ്കേഷ്കർ ചോക്ക് വരെ റോഡ് ഷോ നീണ്ടു. आज यहाँ 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है. इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. ജനുവരി 22-ന് എല്ലാവരും വീടുകളിൽ ഒരു ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മറുവശത്ത് ശ്രീരാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങുകളുടെ കരട് രൂപരേഖയായി. രാംലല്ലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കിയാണ് പ്രധാനമന്ത്രി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുക. ആദ്യ ചടങ്ങ് രാമന്റെ മുഖത്തിന് നേർക്ക് കണ്ണാടി കാണിക്കൽ. ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി രാംലല്ലയ്ക്ക് കണ്ണെഴുതും. ഉച്ചയ്ക്ക് 12:29 ആരംഭിച്ച് 84 സെക്കൻഡിനുള്ളിലാകും പ്രാണപ്രതിഷ്ഠ നടക്കുക. ആദ്യ ദീപാരാധന നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. പ്രധാനമന്ത്രിയും RSS അധ്യക്ഷനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആകെ 5 പേരുടെ സാന്നിധ്യം മാത്രമേ അപ്പോൾ ശ്രീകോവിലുണ്ടാകൂ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.